നമസ്കാരം. ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ചട്ടം മറികടന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പാർട്ടി വെട്ടിലാവുകയാണ്. ഇക്കാര്യത്തിൽ സത്യം പുറത്തുവരുമോ എന്നും ചോദ്യമുയരുന്നു. 2018 കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപാണ് 15 ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണം എന്ന ചട്ടം ബി.ജെ.പിക്കായി കേന്ദ്രം ഇളവ് നൽകി പുറത്തിറക്കിയത്. ഈ വിഷയം സജീവ ചർച്ചയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോണ്ട് വിഷയം കത്തിക്കയറും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ബംഗളൂരുവിൽ നിന്നും 10 കോടിയുടെ ബോണ്ടാണ് ചട്ടം ഇളവ് ചെയ്ത് ഇത്തരത്തിൽ ബി.ജെ.പി സ്വീകരിച്ചത്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. 333 സ്വകാര്യ വ്യക്തികൾ 358 കോടിയുടെ ബോണ്ട് വാങ്ങിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. 2019നും 2024നും ഇടയിൽ വ്യക്തികൾ വാങ്ങിയ ബോണ്ട് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 44% കമ്പനികളുമായി ബന്ധപ്പെട്ടവരാണ്. വ്യക്തികൾ നേരിട്ട് വാങ്ങിയത് 2 കോടി മുതൽ 35 കോടി വരെയാണ്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്നും ബി.ജെ.പിക്ക് പണം ലഭിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾ എങ്ങനെ സഹായിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് പ്രധാനമന്ത്രി ഹഫ്ത പിരിക്കൽ യോജന എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിച്ചു. ഇ.ഡി, CBI, ആദായനികുതി വകുപ്പ് അന്വേഷണങ്ങൾ നേരിടുന്ന 21 കമ്പനികളെങ്കിലും കോടികളുടെ ബോണ്ട് വാങ്ങി എന്നതാണ് വസ്തുത. ബോണ്ട് വാങ്ങിയ കമ്പനികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനികളിൽ ഒന്നായ മേഘ എഞ്ചിനീയറിംഗ് ആണ് JDSന് കിട്ടിയ സംഭാവനകളിൽ പകുതിയും നൽകിയത് എന്ന് വ്യക്തമായി. 50 കോടിയുടെ ബോണ്ട് JDSന് കമ്പനി നൽകിയിട്ടുണ്ട്. BRSന് വൻ തുക നൽകിയതും മേഘ തന്നെയാണെന്നാണ് സൂചന. DMK, അണ്ണാ DMK, JDS, നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികൾ മാത്രമാണ് സംഭാവന ആര് നൽകി എന്ന് വെളിപ്പെടുത്തിയത്. സംഭാവനകളിൽ 94% ആര് നൽകിയതാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസും പുറത്തു പറഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് PM കെയർ ഫണ്ടിലും ആരോപണമെത്തുന്നത്. തെരഞ്ഞെടുപ്പ് കടപ്പത്ര വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ പ്രചരണം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PM കെയർ ഫണ്ടിനെതിരെ മുതിർന്ന നേതാവ് ജയറാം രമേശാണ് ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കടപ്പത്രം പോലെ തന്നെ PM കെയർ ഫണ്ടും അഴിമതിയാണെന്നാണ് ആരോപണം. കടപ്പത്ര കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ PM കെയറിന് ലഭിച്ച 12,700 കോടി രൂപ സംഭാവന ആരുടേതെന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തുന്നു. PM കെയറിനെ വിസ്മരിച്ച് മുന്നോട്ട് പോകാനാകില്ല. PM കെയർ ഫണ്ടിന് സർക്കാർ നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ട്. ചൈനീസ് കമ്പനികളുടേതടക്കം വിദേശ സംഭാവനയും PM കെയറിലേക്ക് ലഭിച്ചു എന്നാണ് ആരോപണം. കടപ്പത്രം പോലെ തന്നെ അന്വേഷണം ഒഴിവാക്കുന്നതിനോ കരാർ നേടുന്നതിനോ ഉള്ള ശ്രമം PM കെയർ സംഭാവനകളിലും നടന്നുവെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ബോണ്ട് വിവരങ്ങൾ മതിയാകില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ട് എല്ലാ രേഖകളും കൈമാറാത്തതെന്ന് ആണ് കോടതി SBIയോട് ചോദിച്ചത്. കോടതി ബോണ്ട് നമ്പറുകൾ കൈമാറാത്തതിൽ SBIക്ക് നോട്ടീസും അയച്ചു. നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് നൽകിയത് എന്ന് വ്യക്തമാകും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ വെച്ച് അത് വ്യക്തമായിരുന്നില്ല. നേരത്തെ SBI കൈമാറിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പർ കൈമാറാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനായിരുന്നു തങ്ങളുടെ ഉത്തരവെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പർ SBI കമ്മീഷന് കൈമാറിയിട്ടില്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് SBIക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ ഭരണഘടനാ ബെഞ്ച് ഒരുങ്ങിയെങ്കിലും ബാങ്കിൻ്റെ വാദം കേൾക്കണമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ മുദ്രവെച്ച കവറിൽ തങ്ങൾ കൈമാറിയ രേഖകൾ തിരികെ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. രേഖകളുടെ പകർപ്പ് തങ്ങളുടെ പക്കൽ ഇല്ലെന്നായിരുന്നു കമ്മീഷന്റെ വിശദീകരണം. എന്നാൽ എന്തുകൊണ്ടാണ് പകർപ്പെടുത്ത് സൂക്ഷിക്കാത്തത് എന്ന് കോടതി ചോദിച്ചു. തുടർന്ന് പകർപ്പെടുത്തതിന് ശേഷം ഒറിജിനൽ തിരികെ നൽകാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. രേഖകളുടെ കോപ്പിയെടുത്ത ശേഷം ഇത് കൈമാറുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ 2019നും 2024നും ഇടയിൽ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യ 5 കമ്പനികളിൽ 3ഉം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ആദായനികുതി വകുപ്പിൻ്റെയും അന്വേഷണം നേരിടുന്നവരാണ് എന്ന വാർത്തകൾ പുറത്തുവന്നത് വലിയ ചർച്ചയായിരുന്നു. അതിനിടെ അഴിമതി പണമാണ് ബി.ജെ.പി ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയത് എന്ന ആരോപണവുമായി കോൺഗ്രസും എത്തി. അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നടന്നത് എന്നും ആരോപണമുണ്ട്. ഇതോടെ പേരുകളൊക്കെ പുറത്തുവന്നത് വലിയ ചർച്ചയാവുകയും ചെയ്തു.